ഡാർക്ക്നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയായ കെറ്റാമലോണിലെ മുഖ്യകണ്ണി മൂവാറ്റുപുഴ സ്വദേശി എഡിസണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ എഡിസന്റെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ പരിശോധിക്കും. ശൃംഖലയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് NCBയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ്. ഏകദേശം വലിയൊരു ഡാർക്ക് നെറ്റ് ശൃംഖലയാണ് ഈ കെറ്റാമലോൺ. ആ കെറ്റാമലോണിനെ കണ്ടെത്താനും പെൻഡ്രൈവ് അടക്കമുള്ള ഇതിലേക്ക് ആക്സസ് നൽകുന്ന കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് തരത്തിലാണ് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നത്? ഇതിന്റെ പിന്നിൽ ഒരു മൂവാറ്റുപുഴക്കാരനാണ് എന്ന വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു ശൃംഖലയിൽ തന്നെയാണ് NCB തകർത്തിരിക്കുന്നത്. അത് നേരത്തെ മുതൽ തന്നെ ഈ ഡാർക്ക് നെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലഹരിമരുന്ന് വിൽപ്പന അതൊരു ശൃംഖലയായിട്ട് വളരുന്നുണ്ട് എന്നും അതൊരു ലഹരി വിൽപ്പന അധികമായി മാറുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ മുതൽ തന്നെ NCBക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ ആദ്യ അറസ്റ്റൊക്കെ ഈ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചൊക്കെയാണ് നടന്നിട്ടുള്ളത്. പിന്നീട് ആ അന്വേഷണം ഈ വിപുലമാകുന്നതിനിടയിലാണ് അത് കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ മൂവാറ്റുപുഴയിലെ എഡിസണിലേക്ക് എത്തിച്ചേരുന്നത്. ആ എഡിസൺ ഈ കേസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യകണ്ണിയായിട്ടുള്ള വ്യക്തിയാണ് എഡിസൺ. അതുകൊണ്ട് തന്നെ എഡിസനെ കേന്ദ്രീകരിച്ച് 6 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ NCB നടത്തിയ 6 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ എഡിസനെ കണ്ടെത്തുന്നതും ഏറ്റവും വലിയൊരു ശൃംഖലയെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടും NCBക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഈ NCBയുടെ അടുത്ത നീക്കം എന്ന് പറയുന്നത് ഈ മുഖ്യകണ്ണി ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ NCBക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചും ഇനി NCB അന്വേഷണം നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ തെളിവുകളും NCBക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എഡിസന്റെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളാണ് ഇനി NCB പരിശോധിക്കുന്നത്. ആദ്യം തന്നെ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയും കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ അതിന് തെളിവുകൾ ഇനിയും അധികമായിട്ട് വേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇനി നടക്കുന്നത്. ആ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ, എഡിസന് വേണ്ടിയിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശൃംഖലയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് NCB ഇതിനോടകം തന്നെ തീർപ്പാക്കിയിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചാണ് ഇനി അന്വേഷണം നടക്കുന്നത്. കോഡുകൾ വഴി ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഇടപാട് നടത്തുന്ന ആളുകളെയും ഈ വിൽപ്പനക്കാരെയും അവരുടെ മേൽവിലാസമില്ലാത്ത ഐഡികളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുക എന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കായിരിക്കും ഇനി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 14 മാസത്തിനിടെ 600 പാഴ്സലാണ് എഡിസന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അന്വേഷണം വ്യാപിപ്പിക്കാനും കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങാനുമാണ് NCBയുടെ നീക്കം. ക്രിസ്റ്റീന. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.